ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം കലാമണ്ഡലം ഗിരിജ രാംദാസ്. എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരീനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവ് ഭാരതത്തിൻ്റെ ഇതര ഭാഗങ്ങളിലുണ്ടായിരുന്ന സംഗീത സമ്പ്രദായങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിലൊന്നായ കർണാടക സംഗീതം കേരളത്തിൽ പ്രചാരം നേടുകയും ചെയ്തിരുന്നു. ഈ സംഗീത സംസ്കാരം മോഹിനിയാട്ട സംഗീതത്തെ ആഴത്തിൽ സ്വാധീനിച്ചു എന്ന് പറയപ്പെടുന്നു. ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൃതികൾ നൃത്തരൂപത്തിലേക്ക് ആവിഷ്കരിക്കുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ചിരുന്നു. അതിനുവേണ്ടി അനേകം വിവിധ തരത്തിലുള്ള ശീലുകൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരുന്നു. കർണാടക സംഗീതത്തിൻ്റെ സ്വാധീനം നൃത്ത സംഗീത ഭാവത്തെ സമ്പന്നമാക്കുക കൂടി അത് കാരണം ചെയ്തു. ശ്രീ സ്വാതി തിരുനാളിൻ്റെയും ഇരയിമ്പൻ തമ്പിയുടെയും കൃതികൾ മോഹിനിയാട്ട രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനായി പ്രസിദ്ധരായ തിരുവിതാംകൂർ സഹോദരങ്ങളും പാലക്കാടുകാരനായ പരമശിവ ഭാഗവതരും ഇതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അവർ ഈ മോഹിനിയാട്ടത്തെ ഉന്നത തലത്തിലേക്ക് എത്തിക്കുക കൂടി ചെയ്തു എന്ന് പറയപ്പെടുന്നു. ആഹാര്യം കൊണ്ടും സംഗീതത്താലും അഭിനയ സമ്പത്ത് കൊണ്ടും ശ്രേഷ്ഠവും ശാസ്ത്രീയതയും ലാവണ്യവും ഒത്തിണങ്ങിയ മോഹിനിയാട്ടം രംഗത്ത് അവതരിപ്പിച്ചപ്പോൾ വളരെയധികം ശോഭിക്കുകയും സമൂഹത്തിൻ്റെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. കൂട്ടുകാരെ, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്തൊരു ടോപ്പിക്കുമായി ഞാൻ ഉടനെ വരുന്നതാണ്. നന്ദി, നമസ്കാരം.